വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സ് എന്ന് പറയുന്ന 12ാമത്തെ ചാപ്റ്റർ ആണ്. 12ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 12 ഇക്വേഷൻസ് ആണ്. അതും വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചോളി മക്കളെ, ഈ 12 ഇക്വേഷൻ പഠിച്ചാൽ സോളിഡ്സ് നിങ്ങൾക്ക് സെറ്റാ. നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞത്? സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളി മക്കളെ, ഫസ്റ്റ് ഷേപ്പിലേക്ക് കടക്കാൻ പോവാണ്. ഇറ്റ് ഈസ് സ്ക്വയർ പിരമിഡ്. ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ അടിയിൽ ഇങ്ങനെ സ്ക്വയർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ കണ്ടോ, അടിയിൽ ഒരു സ്ക്വയർ ഉണ്ടാവും. അതിന്റെ ചുറ്റിലും 4 ട്രയാങ്കിളുകളുണ്ട്, 4 ത്രികോണങ്ങളുണ്ട്. എന്തുണ്ട്? 4 ട്രയാങ്കിളുകളുണ്ട്. ഈ 4 ട്രയാങ്കിളിനെയും മുകളിലോട്ട് ഇങ്ങോട്ട് മടക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പിന് പറയുന്ന പേരാണ് സ്ക്വയർ പിരമിഡ്. എന്ത് പിരമിഡ്? സ്ക്വയർ പിരമിഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ശ്രദ്ധിച്ചു നോക്കടാ. ഈ സ്ക്വയർ പിരമിഡിന്റെ സ്ക്വയറിന്റെ സൈഡിലെ അതാരാണ്? അത് ട്രയാങ്കിളിന്റെ ബേസ് ആണ്. ആ ട്രയാങ്കിളിന്റെ ബേസിലെ അതും സ്ക്വയറിന്റെ സൈഡും ഒക്കെ സെയിം ആണ്. ഈ പറയുന്ന സാധനം തന്നെയാണ് എന്തെന്നറിയോ? നമ്മുടെ പിരമിഡിൻ്റെതാ ഈ സൈഡ് എന്ന് പറയുന്നത്. ഈ സൈഡിന് നമ്മൾ പറയുന്ന പേരാണ് ബേസ് എഡ്ജ്. എന്ത് എഡ്ജ്? ബേസ് എഡ്ജ്. എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് ആണ്. എന്തെഡ്ജാണ്? ബേസ് എഡ്ജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ പറയുന്ന ട്രയാങ്കിളിലെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് 4 ട്രയാങ്കിൾ. എത്ര ട്രയാങ്കിൾ? 4 ട്രയാങ്കിൾ. 4 ട്രയാങ്കിളും ഒരു സ്ക്വയറും വെച്ചിട്ടാണ് ഈ പറയുന്ന സാധനം ഉണ്ടാക്കിയത്. ആ പറയുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. എന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ്, അല്ലെങ്കിൽ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. യെസ്, ആ പറയുന്ന ട്രയാങ്കിളിന്റെ ബാക്കിയുള്ള 2 സൈഡിലെ ഒരു സൈഡ് എ ആണ്. അപ്പൊ ബാക്കിയുള്ള 2 സൈഡിലെ ഈ 2 സൈഡിന് പറയുന്ന പേരാണ് ഇ. എന്ത്? ഇ. എന്ത്? ഇ. എന്ത്? ഇ. എന്ത്? ഇ. എന്ത്? ഇ. ഇ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? ഇ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ എഡ്ജ്. എന്ത് എഡ്ജ്? ലാറ്ററൽ എഡ്ജ്. എന്ത് എഡ്ജ്? ലാറ്ററൽ എഡ്ജ്. അപ്പൊ മലയാളികൾ അതിന് എന്ത് പറയുന്നറിയോ? ലാറ്ററൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താടാ മലയാളത്തിൽ പറയുന്നത്? പാർശ്വവക്ക്. എന്ത് വക്ക്? പാർശ്വവക്ക്. എന്ത് വക്ക്? പാർശ്വവക്ക് എന്ന് പറയും. ബേസ് എഡ്ജിന് നമ്മൾ പാദവക്ക് എന്നും പറയും. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ ട്രയാങ്കിളിന്റെ മുകളിൽ നിന്നും ഈ പറയുന്ന ബേസിലേക്ക് ഒരു ഹൈറ്റ് ഉണ്ടാവില്ലേ ട്രയാങ്കിളിന്? ആ പറയുന്ന ട്രയാങ്കിളിന്റെ ഹൈറ്റിന് പറയുന്ന പേരെന്താണെന്നറിയോ മക്കളെ? ഈ ഹൈറ്റിന് പറയുന്ന പേരാണ് സ്ലാൻഡ് ഹൈറ്റ്. എൽ. എന്ത്? എൽ. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ് ആണ്. അല്ലെങ്കിൽ മലയാളികൾ അതിന് പറയും ചെരിവുയരം. എന്തുയരം എന്ന് പറയും? ചെരിവുയരം എന്ന് പറയും. കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് അതിങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുക. ഇങ്ങനെ അതാ ഈ സാധനം കൊണ്ട് പൊക്കി ഇങ്ങോട്ട് വെക്കുമ്പോൾ ചെരിഞ്ഞിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ചെരിവുയരം എന്ന് പറയും. ഡൗട്ട് ഉണ്ടോ? ഇനി സാറിതാ ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കാൻ പോവാണ്. നത്തിങ്. യെസ്, ദാ പിടിച്ചോ. അയ്യോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് കേട്ടോ. ശരിക്കും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇതാ അവിടെ നോക്കിയേ, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൽ ആണ്. ആ എല്ലിനെ സാർ ഇങ്ങനെ ഇങ്ങോട്ട് ഇടുന്നു. ഇവിടെ അടിയിൽ എന്തുണ്ട്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ദൂരം ഇത്ര വലുതൊന്നുമല്ല, എന്നാലും അതെന്താണ്? A/2 ആണ്. കുഴപ്പമില്ലല്ലോ. ഇവിടെ വന്ന് ഈ ഒരു സൈഡ് ഇ ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? അതും ഇ ആണ്. അങ്ങനെയാണെങ്കിൽ പണ്ട് പായ കപ്പലിൽ നമ്മുടെ പൈതഗോറസ് വന്നിറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞു. ആരാടാ ഇവിടെ ഹൈപ്പോട്ടന്യൂസ്? ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ഇ ആണ്. ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ബേസ് ആരാടാ? A/2 ഹോൾ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ആരാടാ? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എൽ ആണ്. എൽ സ്ക്വയർ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ നമ്പർ 1. കുഴപ്പമുണ്ടോ? ഇവിടുന്ന് ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ എൽ സ്ക്വയർ ചോദിക്കാറുണ്ട്. എൽ സ്ക്വയർ ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ സ്ക്വയറിൽ നിന്നും A/2 ഹോൾ സ്ക്വയർ കുറച്ചാൽ മതി. ഇനിയിപ്പോൾ A/2 ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? A/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ചെയ്താൽ മതി. സിമ്പിൾ ടിമ്പിൾ. സെറ്റ് അല്ലേ? യെസ്, ഇതാണ് റിലേഷൻ ഇക്വേഷൻ. ഫസ്റ്റ് റിലേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. മൂവ് ഇൻ ടു ദ ടോട്ടൽ സർഫസ് ഏരിയ. എടാ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു, നോക്കിയേ, ഒരു സ്ക്വയറിന്റെ ഏരിയ പ്ലസ് 4 ട്രയാങ്കിളിന്റെ ഏരിയ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് ആ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക? ഇവിടെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, ദാറ്റ് ഈസ് നത്തിങ് എൽസ്. നമ്മൾ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ ആണ്. എന്ത് സ്ക്വയർ? സൈഡ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് BH.
എന്ത് ബി എച്ച്? ഹാഫ് ബി എച്ച്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ പറയുന്ന സ്ക്വയർ പിരമിഡിൽ ഇത് ബേസ് എഡ്ജ് ആണ്, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഇത് സ്ലാന്റ് ഹൈറ്റ് ആണ്, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയറിന്റെ സൈഡ് ആരാടാ? സ്ക്വയറിന്റെ സൈഡ് എ ആണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് 4 into ഹാഫ്, 4ന്റെ പകുതി 2 ആണ്. ആ ട്രയാങ്കിളിന്റെ ബേസ് ആരാടാ? ട്രയാങ്കിളിന്റെ ബേസ് എ ആണ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആരാടാ? ട്രയാങ്കിളിന്റെ ഹൈറ്റ് എൽ ആണ്. ദാ കിട്ടി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ. ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു, എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് 2al. ഇവിടെ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ള. എന്നാൽ മക്കളെ, ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ എന്നുള്ളതിന് പകരം ചിലപ്പോൾ ടോട്ടൽ ഇല്ലാണ്ട് സർഫസ് ഏരിയ എന്ന് മാത്രം ചോദിച്ചാലും എന്ത് തന്നെ എഴുതേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ തന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ചില സമയങ്ങളിൽ ബേസ് ഏരിയ ചോദിക്കാറുണ്ട്. എന്ത് ഏരിയ ചോദിക്കാറുണ്ട്? ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ബേസ് ഏരിയ കണ്ടുപിടിക്കുക? ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ. അവിടെ ഉള്ളതിൽ ആദ്യത്തെ സാധനം ഇതാണ്. ഇത് സ്ക്വയർ അല്ലേ, അടിയിലുള്ളതല്ലേ സ്ക്വയർ. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ. ഇനിയുണ്ടല്ലോ, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇക്വേഷൻ എന്താണെന്നറിയോ? 2al. എന്തേ എൽ? 2al. ദാ ഈ പറഞ്ഞ ത്രികോണങ്ങളില്ലേ, ഈ 4 ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2al ആണ്. ശരിക്കും ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എക്സ്ട്രാ പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്താക്കിയാൽ മതി, ടോട്ടൽ സർഫസ് ഏരിയ എ സ്ക്വയർ പ്ലസ് 2al ആണ്. അതിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ആണ്, 2al എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. കത്തം, പരിപാടി കഴിഞ്ഞു. മൂവ് ഇൻ ടു ദ ഹൈറ്റ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ്. എടാ ശ്രദ്ധിച്ചു നോക്കി, ഈ പറയുന്ന സാധനത്തിൽ ഇതാണ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ നേരെ താഴോട്ടുള്ളത് എന്തായിരിക്കും? ഹൈറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടുള്ള ഈ ഒരു ദൂരം എന്തായിരിക്കും? അങ്ങനെ വളഞ്ഞിട്ടല്ല, നേരെ 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 വാ. യെസ്. അപ്പൊ നേരെ വന്നിട്ടുള്ള അതെന്തായിരിക്കും? അത് ബേസ് എഡ്ജിന്റെ പകുതി ആയിരിക്കും. ദാ ഇവിടെയുള്ള ഇത് 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 സ്ലാന്റ് ഹൈറ്റ് ആണ്, ഇവിടെയുള്ള ഇത് ഹൈറ്റ് ആണ്, ഇവിടെയുള്ളത് a/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻ ഞാൻ ഈ ട്രയാങ്കിൾ ഒന്നും ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം എൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, എച്ച് ഇങ്ങനെ നേരെ നിൽക്കുന്നുണ്ട്. ഇവിടെ അടിയിലുള്ള ഈ ഒരു സൈഡ് a/2 ആണെന്നും പറഞ്ഞു. വീണ്ടും നമ്മൾ പണ്ട് പണ്ട് പായ കപ്പലിൽ ആര് വന്നു? പൈതഗോറസ് വന്നു. പൈതഗോറസ് പറഞ്ഞെന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആരാണ് അവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് a/2 ഓൾ സ്ക്വയർ പ്ലസ് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് ആണ് h സ്ക്വയർ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ. സെറ്റ് അല്ലേ? ഇവിടെ ഒന്നും ചില സമയങ്ങളിൽ 2 ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാറുണ്ട്. ഒന്ന് h സ്ക്വയർ കണ്ടുപിടിക്കാനാണ്, ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈറ്റ് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? എൽ സ്ക്വയർ മൈനസ് a/2 ഓൾ സ്ക്വയർ ആണ്. ഇനി ചിലപ്പോൾ a/2 ഓൾ സ്ക്വയർ വളരെ റെയർ ആയിട്ടാണ് ചോദിക്കാറ്. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? എൽ സ്ക്വയർ മൈനസ് h സ്ക്വയർ എന്ന് ചെയ്യണം. സെറ്റ് അല്ലേ? മൂവിങ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് വോളിയം. എന്താണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? വളരെ സിമ്പിൾ ആണ്. വോളിയം ഈസ് ഈക്വൽ ടു 1/3 a സ്ക്വയർ h. എന്താ ഇക്വേഷൻ? വോളിയം ഈസ് ഈക്വൽ ടു 1/3 a സ്ക്വയർ h. ഇതാണ് നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ a എന്ന് പറയുന്നത് ബേസ് എഡ്ജ് ആണ്, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. മൂവിങ് ടു ദ നെക്സ്റ്റ്. കോണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെയുള്ള ഒരു ആംഗിൾ ഉണ്ട്. ഇതിന് എക്സ് എന്ന് വിളിക്കുന്നു. എക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ശരിക്കും കോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനം എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ വലിയൊരു സർക്കിൾ. ശരിക്കും ഇതിങ്ങനെ വലിയൊരു സർക്കിളാണ്. ഈ ഒരു വലിയ സർക്കിളിന്റെ ഒരു കഷ്ണം മുറിച്ചെടുത്താണ്. ഇതിന് സെക്ടർ എന്നാണ് പറയാ. ഈ സെക്ടറിന്റെ സെന്ററിലുള്ള ഈ ഒരു ആംഗിളിന് പറയുന്ന പേരാണ് എക്സ് എന്ന് പറയും. അത് നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് വിളിച്ചു. എന്താംഗിൾ? സെൻട്രൽ ആംഗിൾ എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു റേഡിയസ് കണ്ടോ നിങ്ങൾ? ഈ സെക്ടറിന്റെ റേഡിയസ് കണ്ടോ? ഈ സെക്ടറിന്റെ റേഡിയസിനെ നമുക്ക് എന്താക്കാന്നറിയോ? സെക്ടറിന്റെ റേഡിയസിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നും വിളിക്കാം. ഇത് ഇതിങ്ങനെ മടക്കിയിട്ട് ഇത് കോണാക്കുന്ന സമയത്ത് ഇത് സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് എപ്പോഴും എൽ എന്നാണ് വിളിക്കാറുള്ളത്. ഈ എൽ എന്ന് പറയുന്നത് എന്താണ്? സ്ലാന്റ് ഹൈറ്റ് ആണ്. എന്ത് ഹൈറ്റ് ആണ്? സ്ലാന്റ് ഹൈറ്റ് ആണ്. എന്ത് ഹൈറ്റ്? സ്ലാന്റ് ഹൈറ്റ്. സെറ്റ് അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ അടിയിൽ വെച്ചിട്ടുള്ളതാ ഈ ഒരു കോണിന്റെ അടിയിൽ വെച്ചിട്ടുള്ള ഈ സർക്കിളില്ലേ, ആ സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ട്. ആ റേഡിയസിന് നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സ്മോൾ ലെറ്റർ ആർ എന്ന് വിളിക്കും. ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? ബേസ് റേഡിയസ് ആണ്. എന്ത് റേഡിയസ് ആണ്? ബേസ് റേഡിയസ് ആണ്. സെറ്റ് അല്ലേ? ഇവര് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഈ പറയുന്ന എക്സും ആറും എല്ലും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. വളരെ ഈസിയാണ്. x/360 ഈസ് ഈക്വൽ ടു r/l. x/360 ഈസ് ഈക്വൽ ടു r/l. ഇതാണ് ഇക്വേഷൻ നമ്പർ 5.
ഇനി അടുത്ത 6th ഇക്വേഷനിലേക്ക് പോവാണ്. അത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. ഒരു കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരു ചെറിയ സർക്കിൾ പ്ലസ് ഒരു സെക്ടർ, ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും അറിയോ? ചെറിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ദാ ഈ പഠിക്കുന്ന അടിയിലുള്ള ഈ ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഈ മുകളിലുള്ള ഈ ഒരു സെക്ടർ ഇല്ലേ, ഈ ഒരു മുകളിലെ ഈ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് πrl ആണ്. എന്താണ് ഇക്വേഷൻ? πrl. എന്താRL? πrl. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? πr² പ്ലസ് πrl. എങ്ങനെ? πr² പ്ലസ് πrl. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബേസ് എന്ന് പറയുന്നത് കോണിന്റെ ബേസ് ആരാടാ? അത് സർക്കിൾ ആണ്. അത് πr². അടുത്തത് ചോദിക്കാറുണ്ട് പാദത്തിന്റെ ആരാണ് കേട്ടോ? πr². അടുത്തത് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് ചോദിക്കാറുണ്ട്. അതായത് വക്രതല പരപ്പളവ് എന്ന് മലയാളം മീഡിയക്കാർ പറയും. ഈ വക്രതല അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് വളച്ചുണ്ടാക്കുന്ന. എന്തിനാ നമ്മൾ വളയ്ക്കുന്നത്? ഈ പറയുന്ന സെക്ടറിനെയല്ലേ നമ്മൾ വളയ്ക്കുന്നത്. സോ ഈ സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πrl ആണ്. ആ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് ഏരിയ മതി. സോ കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു πrl. ഇവിടെ ഈ 3 ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് ഇതാ ഈ 6ാമത്തെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതിന് 2 കഷ്ണമായിട്ട് മാറ്റാം. ഒന്ന് ബേസ് ഏരിയ, 2 കർവ്ഡ് സർഫസ് ഏരിയ. ഒന്ന് ബേസ് ഏരിയ, അത് ബേസ് ഏരിയ, ഇത് കർവ്ഡ് സർഫസ് ഏരിയ. ഈ കർവ്ഡ് സർഫസ് ഏരിയ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് കാണുന്ന ഒരു സാധനമാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. മൂവിങ് ടു ദ സ്ലാന്റ് ഹൈറ്റ് ആൻഡ് ഹൈറ്റ്. ഒരു കോണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹൈറ്റ് ഉണ്ട്, ഇവിടെ സ്ലാന്റ് ഹൈറ്റ് ഉണ്ട്, ഇവിടെ ബേസ് റേഡിയസ് ഉണ്ട്. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, വീണ്ടും പൈതഗോറസ് തിയറം പറ്റില്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സ്ലാന്റ് ഹൈറ്റ് ആണ്. L² ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് R ആണ്, സ്മോൾ ലെറ്റർ R² പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ആരാടാ? ഹൈറ്റ് H². ദാ വീണ്ടും വന്നു അടുത്ത റിലേഷൻ ഇക്വേഷൻ, സ്ലാന്റ് ഹൈറ്റിന്റെ ഇക്വേഷൻ വന്നു. എന്താണ് സ്ലാന്റ് ഹൈറ്റിന്റെ? യെസ്, ഇറ്റ് ഈസ് L² ഈസ് ഈക്വൽ ടു R² പ്ലസ് H². ഇത് എത്രാമത്തെ ഇക്വേഷൻ ആണ്? 7ാമത്തെ ഇക്വേഷൻ ആണ്. ഇത് 7th ഇക്വേഷൻ. സെറ്റ് അല്ലേ? ഇത് പലപ്പോഴായിട്ട് തിരിച്ചു മറിച്ചും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ H² ഈസ് ഈക്വൽ ടു അപ്പൊ L² മൈനസ് R². മോള് 2 ആഡ് ചെയ്തു. ഇവിടെയുള്ള നോക്കിയേ, ഇവിടെയുള്ള പ്ലസ് R² അപ്പുറത്തേക്ക് ഉണ്ട് മൈനസ് R². ഇനി നിങ്ങൾക്ക് ഇപ്പൊ H² R² ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? L² മൈനസ് H². പരിപാടി കഴിഞ്ഞു. കുഴപ്പമുണ്ടോ? യെസ്, ഇറ്റ്സ് സെറ്റ്. മൂവിങ് ടു ദ 8th ഇക്വേഷൻ. 8ാമത്തെ ഇക്വേഷൻ. ഒരു സിലിണ്ടറിന്റെ വോളിയം നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാട്ടോ. ഞാൻ ഇവിടെ പ്രത്യേകം വോളിയത്തിന്റെ കേസിൽ 2 ആയിട്ട് തന്നെ പറയാം, ഡൗട്ട് ഉണ്ടാവരുത്. നമുക്ക് കോണിന്റെ വോളിയം പഠിക്കണം. ശരിക്കും കോണിന്റെ വോളിയം സിലിണ്ടറിന്റെ വോളിയം തമ്മിലൊരു അവിഹിതമുണ്ട്. സിലിണ്ടർ തമ്മിൽ ഒരു അവിഹിതമുണ്ട്. എന്താണെന്നറിയോ? ഈ പറയുന്ന സിലിണ്ടറിന്റെയും കോണിന്റെയും ഹൈറ്റും റേഡിയസും സെയിം ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണേ, സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr²h ആയിരുന്നു. സ്റ്റഡീഡ് ഇൻ 9th സ്റ്റാൻഡേർഡ്. 9th പഠിച്ചതാണോ എന്നല്ല അറിയൂല, എന്നാലും പഠിപ്പിച്ചതാണ്. പോട്ടെ. നെക്സ്റ്റ്, കോണിന്റെ വോളിയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന സിലിണ്ടറിന്റെ വോളിയത്തിലെ 1/3 ഉണ്ടാവുള്ളൂ. സോ ദ വോളിയം ഈസ് ഈക്വൽ ടു 1/3 πr²h. എന്താ ഇക്വേഷൻ? 1/3 πr²h. ഇതാണ് ഇക്വേഷൻ നമ്പർ എന്ത് എന്ന് പറയുന്നത്? 8 എന്ന് പറയുന്നത്. സോ നമ്മൾ 8 ഇക്വേഷൻ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ക്വയർ പിരമിഡും അതുപോലെ തന്നെ കോണിന്റെയും സമചതുര സ്തൂപികിന്റെയും വൃത്തസ്തൂപികിന്റെയും ഇക്വേഷൻസ് സെറ്റ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് സ്ഫിയറിലേക്ക് കടക്കാൻ പോവാണ്. സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം 6 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ റിലേഷൻ ഇക്വേഷൻസ് ഒന്നും ഉണ്ടാവില്ല. രണ്ട് ഇക്വേഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഒന്ന് ടോട്ടൽ സർഫസ് ഏരിയ, എന്താണ്? ആകെ പരപ്പളവ്. ഒരു ഗോളത്തിന്റെ ആകെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഈ 2 എണ്ണം പഠിച്ച പരിപാടി കഴിഞ്ഞു. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². 4πr². വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? 4/3 πr³ 4/3 πr³ സെറ്റ് അല്ലേ? മൂവ് ഇൻ ടു ദ നെക്സ്റ്റ്. ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഈ സ്ഫിയറിനെ നേരെ പകുതിയാക്കിയതാ. അതുകൊണ്ട് തന്നെ വോളിയം പകുതിയാവുകയുള്ളൂ. 2/3 πr³. 2/3 πr³. ഇവിടെ 4/3, ഇവിടെ 2/3. എന്നാൽ ഏരിയയിലേക്ക് വരുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 3πr². അതെന്താ സാറേ 3πr² ആയത്? ശരിക്കും സ്ഫിയറിന്റെ 4πr² അല്ലേ?
ഈ പറയുന്ന 4πr² പകുതിയാക്കിയപ്പോൾ ഇവിടെ 2πr² ഉണ്ട്. പക്ഷെ ഇവിടെ പുതുതായിട്ട് ഒരു ഭാഗം വന്നത് കണ്ടോ? നോക്കിയേ, ഇതൊരു സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. ഇതിനെ പകുതി മുറിക്കുമ്പോൾ ഇവിടെ ഉള്ളത് 2πr², പക്ഷെ ഇവിടെ ഒരു വട്ടം കൂടി പുതിയത് വരും. അതുകൊണ്ടാണ് ഇത് പ്ലെയിൻ സർഫസ് ഏരിയ, ഇത് കർവ്ഡ് സർഫസ് ഏരിയ, ഇത് വക്രതല പരപ്പളവ്, ഇത് പരന്ന പ്രതലം. അപ്പൊ ഒരു പരന്ന പ്രതലം, രണ്ട് വക്രതല പരപ്പളവ്, മൊത്തം 3πr². യെസ്, അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഇത് 9ാമത്തെ ഇക്വേഷൻ ആണ്, ഇത് 10ാമത്തെ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് ഇതാ പിടിച്ചേ, ഇവിടെ 11ാമത്തെ ഇക്വേഷൻ ആൻഡ് 12ാമത്തെ ഇക്വേഷൻ. ഞാൻ പറഞ്ഞതാണ് സോളിഡ്സിലെ മുഴുവൻ ഇക്വേഷനും നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഈ 12 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ സെറിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം RK Next. Bye bye, see you later.